എന്തിനാണ് അനുമോൾ പകൽ കിടന്നുറങ്ങുന്നത്? രണ്ട് കാര്യങ്ങൾ പറയാം. ഇപ്പൊ PR വരും, തെറി വിളിക്കും. പക്ഷെ ജുഡീഷ്യസ് ആയിട്ട് നീതിപൂർവ്വം ചിന്തിക്കൂ. മിക്ക കാര്യങ്ങൾ അനുമോളോട് ക്യാപ്റ്റന്മാര് പറഞ്ഞാലും ബിഗ് ബോസ് പറയട്ടെ, അല്ലെങ്കിൽ മറ്റെല്ലാവരും പറയുകയാണെങ്കിൽ അത് ബിഗ് ബോസ് പറയട്ടെ. എന്ത് തുമ്മി എല്ലാത്തിനും ബിഗ് ബോസ് പറയട്ടെ. ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ. ബിഗ് ബോസിനെയൊക്കെ എന്ത് റെസ്പെക്ട് ചെയ്താണ് പെരുമാറിയിരുന്നത്, ലാലേട്ടനെയും ബിഗ് ബോസിനെയൊക്കെ. അപ്പൊ ലാലേട്ടനെയും ബിഗ് ബോസിനും ഒരു പുല്ല് വില പോലും കൊടുക്കാത്ത രീതിയിലാണ് കുറെ മത്സരാർത്ഥികൾ ഈ സീസൺ 7 കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. അപ്പൊ ബിഗ് ബോസ് വിളിക്കട്ടെ, ബിഗ് ബോസ് പറയട്ടെ. എന്താ ബിഗ് ബോസ് കുട്ടിക്കളിക്കാരന്? പക്ഷെ ബിഗ് ബോസ് ഇപ്പൊ ആ തരത്തിലായി. സീസൺ 7 വല്ലപ്പോഴും കൂടിയാണ് ബിഗ് ബോസിന്റെ ശബ്ദം ഉയരുന്നത്. കാരണം ബിഗ് ബോസിന് തന്നെ മനസ്സിലായി ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരനുസരിക്കത്തില്ല എന്ന്. ബിഗ് ബോസ് ഞങ്ങളൊക്കെ എന്ത് പേടിച്ച് നല്ല റെസ്പെക്റ്റോടുകൂടിയല്ലേ കണ്ടിരുന്നത്. അപ്പൊ ഇനി അനുമോൾ ഉൾപ്പെടെയുള്ള ചില അവരുടെ ഉറക്കം എന്തുകൊണ്ട് ഈ പകൽ ഉറക്കം വരുന്നു? രാത്രി 12 മണി, 1 മണി, 2 മണി, 3 മണി ഇവരൊക്കെ ഇരുന്ന് പരദൂഷണം പറയുക. ഈ രാത്രി ഉറങ്ങാൻ വേണ്ടിയില്ലേ ലൈറ്റ് ആണേന്ന്. ഞാൻ എന്റെ സീസൺ 2 കൃത്യം 10 മണി കഴിയുമ്പോൾ മിക്ക ദിവസങ്ങളിലും ഉറങ്ങിയിട്ടുണ്ട്. അതേ പാറ്റേൺ ആണ് അനീഷ് ഇവിടെ പിടിച്ചേക്കുന്നത്. അനീഷ് ലൈറ്റ് അടയുമ്പോൾ തന്നെ അനീഷ് കയറി കിടന്നുറങ്ങും. നല്ല കാര്യമാണ്. അപ്പൊ പിറ്റേ ദിവസം രാവിലെ ഫ്രഷ് ആയിട്ട് എണീക്കാൻ പറ്റും. ഈ രാത്രി മൊത്തം ഇരുന്ന് പരദൂഷണവും നുണയും പറയാൻ എന്തായിരിക്കുന്നത്? അപ്പൊ അവിടെ ഇരുന്ന് തെറ്റിദ്ധരിപ്പിക്കുക, മറ്റുള്ളവരിലേക്ക് തെറ്റിദ്ധാരണകൾ ജനിപ്പിക്കുക, മൈക്ക് മാറ്റി വെച്ചിട്ട് സംസാരിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ ഇതിന്റെ അർത്ഥം? അപ്പൊ അത്രയും ധൈര്യവും അത്രയും ആർജവും വരുന്ന എന്തുകൊണ്ടാണ്? പുറത്ത് നമുക്ക് ഇത്രയും സപ്പോർട്ട് ഉണ്ടെന്ന്, എനിക്ക് പുറത്ത് ഇത്രയും സപ്പോർട്ട് ഉണ്ടെന്ന് സീസൺ 2 ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ഞാൻ കുറേശ്ശെയൊക്കെ കളിച്ച് കുറേശ്ശെ പല ചെയ്യുന്ന കണക്ക് ബാക്കിലേക്കൊക്കെ ഒതുങ്ങി നൈസായിട്ട് സൂത്രത്തിൽ അങ്ങ് പോയാൽ മാത്രം മതി. പക്ഷെ 200% ഞാൻ കൊടുത്താണ് ഞാൻ ആ സീസണിൽ കളിച്ചിരുന്നത്. ആ സീസൺ വിജയിപ്പിക്കാൻ വേണ്ടിയും ജനകീയമാക്കാൻ വേണ്ടി അത് ബിഗ് ബോസിനും ഏഷ്യാനെറ്റിനും ലാലേട്ടനും നല്ല മത്സരാർത്ഥികൾക്കും അതുപോലെ തന്നെ നല്ല മനസ്സുള്ള ലോക മലയാളികൾക്കെല്ലാം അതറിയാം. ഒരു ഉടായിപ്പോ ഒരു ഉഴപ്പോ ഒന്നും പണി ചെയ്യാതിരിക്കുകയോ ഒന്നും ചെയ്തില്ല. ആ സ്വിച്ച് മാറ്റുന്ന ആ ഒരു ടാസ്കിലായ ആ ഗെയിമിലാണെങ്കിലും ചങ്ങല പൂട്ട് പൊട്ടിക്കുന്നതിലാണ് എല്ലാത്തിലും പറന്നു നിന്നു മാക്സിമം എന്നാൽ കഴിയുന്ന രീതി ഒന്നും മാറിയുന്നില്ല. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? ക്യാപ്റ്റന്മാരെ അനുസരിക്കാതിരിക്കുക. അപ്പൊ തോന്നിയുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്ന് ബോധ്യപ്പെടുമ്പോഴാണ്. അപ്പൊ PR ശക്തി നമുക്ക് മനസ്സിലാക്കേണ്ടി വരില്ലേ? അപ്പൊ എന്തായാലും ആ കട്ടിൽ കിടക്കാതെ എണീച്ചു പോകാനായിട്ട് മെത്തയിൽ വെള്ളം ഒഴിച്ച ആ ധൈര്യത്തിന് നെവിന്റെ ആ ധൈര്യത്തിനെ ഞാൻ അനുമോദിക്കുന്നു. നെവിനാണ് റിയൽ പ്ലെയർ. നെവിൻ ഫൈനൽ 5 വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയിപ്പം വേറെ കുറെ PR എന്നെ